നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് AKG ഭവൻ CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. മോഡി ഗവൺമെന്റിനെതിരായ രൂക്ഷ വിമർശനവുമായി യെച്ചൂരിയുടെ ഉദ്ഘാടന പ്രസംഗം. നാടൻ വെള്ളരിക്ക് ആവശ്യക്കാരില്ല, കർഷകർ ദുരിതത്തിൽ. ജൈവകൃഷി പ്രചരിപ്പിക്കാൻ ഒരു നാട് മുഴുവൻ പാടുപെടുമ്പോഴാണ് കച്ചവടക്കാരുടെ അമിത ലാഭമോഹം നാടൻ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം നവീകരിച്ച് ഓഫീസ് കെട്ടിടം കാങ്കോലിൽ EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി രാമപുരത്ത് കുന്നിടിക്കൽ വ്യാപകം. രാമപുരം കുണ്ടിൽത്തടം മേഖലയിൽ നിരവധി കുടുംബങ്ങൾ അപകട ഭീഷണിയിൽ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തീകരിച്ച വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. കവ്വായിൽ പ്രവർത്തിക്കുന്ന ഊർജിത കന്നുകാലി വികസന ഉപകേന്ദ്രം മേൽക്കൂര തകർന്നും കാലപ്പഴക്കത്താൽ ക്ഷയിച്ചും തകർച്ചയുടെ വക്കിൽ. വിശദമായ വാർത്തകളിലേക്ക്. CPIM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് AKG ഭവൻ CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറിയെ കാണാനും കേൾക്കാനും വന്ന പ്രവർത്തകർ ചെറുവത്തൂർ നഗരത്തെ ജനസാഗരമാക്കി മാറ്റി. ജനറൽ സെക്രട്ടറിയായ ശേഷം ആദ്യമായി ജില്ലയിലെത്തിയ സീതാറാം യെച്ചൂരിയെ ചുവപ്പിന്റെ മണ്ണിൽ ചുവപ്പ് വാളണ്ടിയർമാരുടെ റൂട്ട് മാർച്ചോടെയാണ് എതിരേറ്റത്. റെയിൽവേ മേൽപ്പാല പരിസരത്ത് നിന്നും ആരംഭിച്ച റെഡ് വാളണ്ടിയർമാരുടെ റൂട്ട് മാർച്ച് ദേശീയപാത വഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് യെച്ചൂരിയെ വരവേറ്റു. കേരളീയ വേഷമണിഞ്ഞ നൂറുകണക്കിന് വനിതകളുടെയും വൻ ജനാവലിയുടെയും ബാൻഡ് മേളങ്ങളുടെയും അകമ്പടിയിൽ യെച്ചൂരിയെ ഉദ്ഘാടനത്തിനായി ഏരിയ കമ്മിറ്റി ഓഫീസായ AKG ഭവനിലേക്ക് ആനയിച്ചു. തുടർന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നാടമുറിച്ചുകൊണ്ട് AKG ഭവൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ MP EMS സ്മാരക ഹാളും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ നായനാർ സ്മാരക ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം MP ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P. ജനാർദ്ദനൻ, M. രാജഗോപാലൻ എന്നിവർ ഫോട്ടോകൾ അനാച്ഛാദനം ചെയ്തു. മൂന്ന് നിലകളിലായി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി പണിത ഓഫീസ് കെട്ടിടം സന്ദർശിച്ച് സന്ദർശക ബുക്കിൽ ഒപ്പിട്ട ശേഷം നേതാക്കളോടൊപ്പം ബസ് സ്റ്റാൻഡിലൊരുക്കിയ സമ്മേളന നഗരിയിലേക്ക് തിരിച്ചു. ഓഫീസ് പരിസരത്തും നിരവധി പേരാണ് നേതാവിനെ കാണാൻ തടിച്ചുകൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മോഡി ഗവൺമെന്റിനെതിരായ രൂക്ഷമായ വിമർശനമായിരുന്നു യെച്ചൂരിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉടനീളം. മൻമോഹൻ സിംഗ് 10 വർഷം കൊണ്ട് രാജ്യത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കിയെങ്കിൽ നരേന്ദ്രമോദി വെറും 15 മാസം കൊണ്ട് രാജ്യത്തെ അധപതനത്തിൽ എത്തിച്ചിരിക്കുകയാണെന്നും യെച്ചൂരിയുടെ പരിഹാസം. മലയാളം മറിയില്ല, എന്റെ മാതൃഭാഷ തെലുങ്കാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കുക, മാതൃഭാഷ തെലുങ്കാണെന്നും മലയാളം അറിയാത്തതിനാൽ ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്നും യെച്ചൂരി മലയാളത്തിൽ പറഞ്ഞപ്പോൾ സദസ്സിന് ആവേശമായി. ഡോക്ടർ VPP മുസ്തഫ പരിഭാഷകനായി. ജന്മി നാടുവാഴിത്തത്തിനെതിരെ പോരാടിയ കയ്യൂർ സഖാക്കളുടെ ജീവത്യാഗത്തിന് ഏറെ പ്രസക്തിയുള്ള സന്ദർഭമാണ് ഇപ്പോഴുള്ളതെന്നായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആമുഖവാക്യം. occasion to be here
in this historic land of the Kayyur martyrs, in this land of very, very big, huge struggles that have contributed to shaping the creation of modern India. മോഡി ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഡൽഹിയിൽ ചേർന്ന RSS BJPയുടെ യോഗം വ്യക്തമാക്കുന്നത് RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ് കേന്ദ്രത്തിലുള്ളതെന്നാണ്. മൻമോഹൻ സിംഗ് റിമോട്ട് കൺട്രോൾ ഭരണമാണ് നടത്തിയതെന്ന് കുറ്റപ്പെടുത്തിയ RSSകാർ ഇന്ന് യഥാർത്ഥത്തിൽ തെളിയിച്ചിരിക്കുന്നത് മോഡി ഗവൺമെന്റാണ് റിമോട്ട് ഭരണം നടത്തുന്നതെന്നാണ്. That earlier governments in India, not only the last Manmohan Singh government, even earlier governments were run by remote controls. Today it is proved, if there is any government that is being run by remote control, it is this Narendra Modi government. Narendra Modi, the Prime Minister, is like the television screen. The RSS controls him. What expression he gives, what speech he gives, that is decided by the RSS remote, and that is happening in Delhi today. മറ്റുള്ളവർ തയ്യാറാക്കിയ പ്രോഗ്രാം കാഴ്ചക്കാരിലെത്തിക്കുന്ന TV സ്ക്രീൻ മാത്രമാണ് മോഡിയെന്നും യെച്ചൂരി പരിഹസിച്ചു. നിലനിൽപ്പിനുള്ള വരുമാനം പോലും കാർഷിക വൃത്തിയിൽ നിന്ന് ലഭിക്കുന്നില്ല. യുവജനങ്ങൾ തൊഴിലില്ലാപ്പടയായി മാറുന്നു. എല്ലാ മേഖലകളിലും അങ്ങേയറ്റം ദുരിതപൂർണമായ അനുഭവമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം കണ്ട ഏറ്റവും വലിയ പണിമുടക്കമെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. കയ്യൂർ സമരസഖാക്കളുടെ നാട്ടിൽ നിൽക്കുമ്പോൾ അഭിമാനിക്കാൻ വകയുണ്ടെന്നും രാജ്യത്ത് ഭൂപ്രശ്നം മുഖ്യ വിഷയമായി തീർന്നിരിക്കുകയാണെന്നും യെച്ചൂരി പറഞ്ഞു. മോഡി ഗവൺമെന്റ് പുതുതായി കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമം പിൻവലിക്കാൻ അവർ നിർബന്ധിതരായിരിക്കുന്ന സാഹചര്യത്തിൽ കയ്യൂർ രക്തസാക്ഷികൾക്ക് വീണ്ടും അഭിവാദ്യമർപ്പിക്കേണ്ടതുണ്ടെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. 10 വർഷം കൊണ്ടാണ് മൻമോഹൻ സിംഗ് രാജ്യത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയതെങ്കിൽ വെറും 15 മാസം കൊണ്ടാണ് നരേന്ദ്രമോദി രാജ്യത്തെ അധപ്പതനത്തിലെത്തിച്ചിരിക്കുന്നതെന്ന് സീതാറാം യെച്ചൂരി പരിഹസിച്ചു. കെ കുഞ്ഞിരാമൻ MLA പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. AK നാരായണൻ, TV ഗോവിന്ദൻ, VP ജാനകി, KP വത്സലൻ, PR ചാക്കോ, അഡ്വക്കേറ്റ് P അപ്പക്കുട്ടൻ എന്നിവരും പരിപാടിയിൽ സംസാരിച്ചു. രക്തസാക്ഷി കുടുംബങ്ങൾ, 1964 മുമ്പ് പാർട്ടി അംഗത്വമുള്ള ആദ്യകാല പ്രവർത്തകർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. നാടൻ വെള്ളരിക്ക് ആവശ്യക്കാരില്ല, കർഷകർ ദുരിതത്തിൽ. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വെള്ളരികൾ വിപണി കീഴടക്കുമ്പോൾ തിരിച്ചടിയാകുന്നത് ഉപജീവനത്തിനായി വെള്ളരി കൃഷി നടത്തിയ നമ്മുടെ നാട്ടിലെ നിരവധി കർഷകർക്കാണ്. പിലാത്തറ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് ആരാണ്? ഏതായാലും ഞങ്ങളല്ല എന്നാണ് നമ്മുടെ നാട്ടിലെ പച്ചക്കറി കച്ചവടക്കാരുടെ നിലപാട് എന്ന് തോന്നും പറവൂർ, ആലക്കാട് പ്രദേശങ്ങളിലെ പച്ചക്കറി കർഷകരുടെ ദുരിതം കാണുമ്പോൾ. ഞങ്ങളുടെ പിലാത്തറ ബ്യൂറോ പകർത്തിയ ദൃശ്യങ്ങൾ ഇക്കാര്യം തന്നെയാണ് കാഴ്ചക്കാരോട് പറയുന്നത്. മുഖ്യധാര രാഷ്ട്രീയ നേതൃത്വവും പൊതുജനാരോഗ്യ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളുമെല്ലാം ഭക്ഷണത്തിലൂടെ മലിനമാക്കപ്പെടുന്ന നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും കുറിച്ചുള്ള ഉത്കണ്ഠകൾ മുമ്പൊരിക്കലുമില്ലാത്ത വിധം തീവ്രമായി പങ്കുവെക്കുകയും മാരകമായ ഭക്ഷ്യവിഷങ്ങൾ ഇന്ത്യയിലെ രോഗികളുടെ തലസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നതുമൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നാണ് ചില പ്രദേശങ്ങളിലെയെങ്കിലും കച്ചവടക്കാർ കരുതുന്നത്. കോഴിവളവും കാലിവളവും ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്ത് വെള്ളരിക്ക വിളയിച്ചെടുത്ത ആലക്കാട്, പറവൂർ പ്രദേശങ്ങളിലെ കർഷകരുടെ വിലാപം അവരിൽ നിന്ന് തന്നെ കേൾക്കുക. 3 രൂപയ്ക്കും 4 രൂപയ്ക്കും കിട്ടുന്നത് കൊണ്ടാണ് നമ്മളെ ഈ സാധനം ആരും എടുക്കാത്തത്. അങ്ങനെ കുറേ കടക്കാരോട് നമ്മൾ പറഞ്ഞു, അവരൊന്നും 3 രൂപയ്ക്ക് കിട്ടുന്നതുകൊണ്ടാണ് എടുക്കാൻ ഞാൻ. അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ചീഞ്ഞു പോയത്. കുറേ ഇനിയിപ്പോൾ ഇതുപോലെ പറിക്കാനുണ്ട് കുറേ. അതിനിപ്പോൾ എന്തെങ്കിലും ഒരു മാർക്കറ്റ് ഉണ്ടാക്കാൻ നോക്കാം എന്ന് എനിക്ക് ചിന്തിക്കാൻ പോയത് പോയി. നിരന്തരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഫലമായി കേരളത്തിലെ ആഭ്യന്തര പച്ചക്കറി ഉൽപ്പാദനം കഴിഞ്ഞ 2 വർഷത്തിനകം 50% വർധനവ് രേഖപ്പെടുത്തിയ സന്തോഷകരമായ അനുഭവം യഥാർത്ഥത്തിൽ ഈ രംഗത്ത് കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കേണ്ടതാണ്. ലാഭം മാത്രം ലക്ഷ്യമാക്കി മുന്നേറുന്ന കച്ചവടക്കാരുടെ നിലപാട് ഇവിടെയാണ് വലിയൊരു നിഷേധാത്മക ശക്തിയായി പ്രവർത്തിക്കുന്നത്. ജൈവ കർഷകരോട് മാത്രമല്ല, ആരോഗ്യം വീണ്ടെടുക്കാൻ പ്രയത്നിക്കുന്ന ഒരു ജനസമൂഹത്തോട് തന്നെയുള്ള വെല്ലുവിളിയായി മാറുകയാണ് ഈ കച്ചവടക്കാരുടെ അമിത ലാഭമോഹം. കാങ്കോൽ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം നവീകരിച്ച ഓഫീസ് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളപ്പിറവിക്ക് മുൻപേ തന്നെ രൂപീകൃതമായ കാങ്കോലിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെയും ഡയറി ഫാമിന്റെയും ഉദ്ഘാടനമാണ് നടന്നത്.
ഇത്തരത്തിലുള്ള ഫാമുകൾ അതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദൗർഭാഗ്യം. മറ്റ് പല പദ്ധതികൾക്കും വേണ്ടി ഇതര മേഖലകളിലെ വികസനം നാം ആഗ്രഹിക്കുമ്പോഴും കാർഷിക മേഖലയിലെ വികസനം നമുക്കൊരു ആഗ്രഹം പോലുമല്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞു. ഡയറി ഫാമിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള അധ്യക്ഷയായി. കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ ജയചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഗൗരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ, പി സുശീല, പി യുഷ, കെ രാജൻ, സി ഷീജ, എ കെ രാജഗോപാലൻ മാസ്റ്റർ, പി വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. പഴയങ്ങാടി രാമപുരത്ത് കുന്നിടിക്കൽ വ്യാപകം. രാമപുരം കുണ്ടിൽത്തടം മേഖലയിൽ നിരവധി കുടുംബങ്ങൾ അപകട ഭീഷണിയിൽ. നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള കുന്നിടിക്കലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. രാമപുരം കൊത്തിക്കുഴിച്ച പാറയ്ക്ക് സമീപമാണ് വ്യാപകമായി കുന്നിടിക്കുന്നത്. രാപ്പകൽ ഭേദമില്ലാതെ JCB ഉപയോഗിച്ച് കൂറ്റൻ കുന്നിടിച്ച് നിരത്തുകയാണെന്ന് സമീപവാസികൾ പറയുന്നു. കുന്നിൻ ചെരുവിന്റെ ഒരു ഭാഗം അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിട്ട് നികത്താനും ശ്രമം നടത്തുന്നുണ്ട്. ഉന്നതരുടെ ഒത്താശയോടെയാണ് കുന്നിടിക്കൽ നടക്കുന്നതെന്ന് ആക്ഷേപവുമുണ്ട്. ജനങ്ങളുടെ എതിർപ്പിന് വകവയ്ക്കാതെയാണ് കുന്നിടിക്കൽ പ്രവൃത്തി നടക്കുന്നത്. പ്രദേശത്ത് നിരവധി വീടുകൾ ഇത് കാരണം അപകട ഭീഷണിയിലാണ്. മഴ വരുന്ന സമയത്ത് നമുക്ക് മണ്ണ് കുത്തി വരച്ചിട്ട് ചാലായിട്ട് കോഴി താഴേക്ക് വരുന്നത്. ഇതിൻ്റെ താഴത്തിൽ എൻ്റെയും മറ്റെല്ലായിടത്തിലെ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വീടും അതുപോലെ തന്നെ നമ്മുടെ അർമാണി മാണിക്കശ്ശിൻ്റെ വീടും ഇതെല്ലാം തൊട്ടടുത്ത വീടുകൾ. അവർക്ക് ഇതിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള സജീവനും അങ്ങോട്ടുള്ളവർക്കെല്ലാം വയലിലേക്ക് വരെ അങ്ങ് താഴെ കണ്ടം വരെ എത്തും. വിളിച്ചാവുന്നത്. അതുകൊണ്ട് വളരെയധികം പ്രയാസങ്ങളുണ്ട്. പ്രദേശത്തിന്റെ ജലസംഭരണി കൂടിയായ കുന്ന് യന്ത്രക്കൈകളാൽ ഇടിച്ചു നിരത്തുമ്പോൾ വരുന്ന നാളുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് കാരണമായേക്കാം. എന്ത് വില കൊടുത്തും കുന്നിടിക്കൽ തടയുമെന്ന് നാട്ടുകാർ പറയുന്നു. രാമപുരം പ്രദേശത്ത് കുന്നുകൾ വ്യാപകമായി ഇടിച്ചു നിരത്തുന്ന ഭൂമാഫിയക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തീകരിച്ച വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം സ്കൂളിൽ നടന്നു. ടി വി രാജേഷ് MLA നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ വികസന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടന്നത്. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി ടി വി രാജേഷ് MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 65 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം ടി വി രാജേഷ് MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വികസന നിധിയിൽ നിന്നും 8 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഉച്ചഭക്ഷണ പാചക കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം MV രാജീവനും പൈക്ക ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കണ്ണനും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയായ പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരൻ സഹാ VK നായർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് 80-ൽ. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ വികസന പ്രോജക്ട് തയ്യാറാക്കിയ UV രാജീവൻ, നിർമ്മാണ പ്രവൃത്തി നടത്തിയ കോൺട്രാക്ടർമാരായ K രാമചന്ദ്രൻ, സുരേഷ് ബാബു, വിദ്യാരംഗം കലാസാഹിത്യവേദി അവാർഡ് ജേതാവ് VV രവീന്ദ്രൻ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. പ്രധാനാധ്യാപകൻ M മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV പ്രീത, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VV ലളിത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അംഗം PV വത്സല, VV രാജേഷ് തുടങ്ങി നിരവധി പ്രമുഖർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. PTA പ്രസിഡന്റ് PV ഗംഗാധരൻ, TV ചന്തുക്കുട്ടി, VV ഗോവിന്ദൻ മാസ്റ്റർ, A മാധവൻ, K രാംദാസ്, ഫാദർ ജസ്റ്റിൻ ഇടത്തിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രിൻസിപ്പൽ K സ്നേഹലത സ്വാഗതവും സജേഷ് KC നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. CPIM പെരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPIM പെരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെയും കർഷക സംഘം പെരളം സൗത്ത് വില്ലേജ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പച്ചക്കറി കൃഷി നടത്തിയത്. 1 ഏക്കറിലായിരുന്നു കൃഷി. വഴുതന, കപ്പ, മുളക്, വെണ്ട തുടങ്ങിയ ഇനങ്ങളെല്ലാം കൃഷി ചെയ്തു. ഈ കർഷക തൊഴിലാളികളും കർഷകരെയും ഒരു സഹകരണ സംരംഭമായിട്ട് നമ്മൾ ഈ പച്ചക്കറി മാത്രമല്ല വേറെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റിയ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പോൾ പച്ചക്കറി ഇങ്ങനെ ഇത്ര വലിയ രീതിയിൽ നമ്മൾ സംസ്ഥാനത്തൊട്ടാകെ ഇങ്ങനെ ചെയ്തപ്പോഴും അത് അടുത്ത സംസ്കരണത്തിന്റെ ഭാഗവും അത് വിൽപ്പനയുടെ ഇതിലും നമ്മൾ ഈ സഹകരണ മേഖലയിൽ ഇടപെട്ടുകൊണ്ട്
കൃഷിയിൽ നാം ഏറെ മുന്നോട്ട് പോയതായും ഈ പച്ചക്കറി കൃഷി തന്നെ അത്ഭുതപ്പെടുത്തിയതായും വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ ജോയിന്റ് സെക്രട്ടറിയുമായ വിജു കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കുഞ്ചത്തിൽ കല്യാണി പച്ചക്കറി ഏറ്റുവാങ്ങി. ചടങ്ങിൽ KP ദാമോദരൻ അധ്യക്ഷനായി. M രാഘവൻ, T നാരായണൻ, C ബാലകൃഷ്ണൻ, PP ജനാർദ്ദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കവായിൽ പ്രവർത്തിക്കുന്ന ഊർജിത കന്നുകാലി വികസന ഉപകേന്ദ്രം മേൽക്കൂര തകർന്നും കാലപ്പഴക്കത്താൽ ക്ഷയിച്ചും തകർച്ചയുടെ വക്കിൽ. ഓഫീസിലെ ജീവനക്കാരും സ്ഥാപനത്തെ ആശ്രയിക്കുന്ന ക്ഷീര കർഷകരും ദുരിതം പേറുന്നു. ഇതും ഒരു സർക്കാർ സ്ഥാപനമാണെന്ന് ഓർക്കുക. മൃഗസംരക്ഷണ വകുപ്പിൽപ്പെടുന്ന ഒരു ഉപകേന്ദ്രം, കവ്വായിലെ ക്ഷീരകർഷകരുടെ ആശ്രയം. എന്നാൽ മൃഗങ്ങൾ പോലും ഈ കാഴ്ച കണ്ടാൽ നാണിക്കും. 40 വർഷം പഴക്കമുള്ള കെട്ടിടം ഏതു നിമിഷവും നിലംപൊത്താൻ പാകമായിരിക്കുന്നു. പയ്യന്നൂർ നഗരസഭയിലെ കണ്ടങ്കാളി, വെള്ളൂർ, കോറോം എന്നിവിടങ്ങളിലുള്ള സെന്ററുകൾക്ക് കെട്ടിടമായി. എന്നാൽ പയ്യന്നൂരിലെ ആദ്യത്തെ സ്ഥാപനം കൂടിയായ ഈ കേന്ദ്രത്തിന് മാത്രം കെട്ടിടമായില്ല. കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് ചോർന്നൊലിക്കുന്നു. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറും പ്യൂണും അടക്കം 2 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. മഴക്കാലമായാൽ അപകടം മുന്നിൽ കണ്ടു വേണം ജോലിയെടുക്കാൻ. കൃത്രിമ ബീജദാനം, കാർഷിക ബോധവൽക്കരണം, പുൽകൃഷി നിർമ്മാണം എന്നിവയിലൊക്കെ ഇവിടെ നിന്നും സേവനം പ്രതീക്ഷിക്കണം. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയിൽ ഇവിടെയെത്തുന്ന കർഷകരും ജീവനക്കാരും ദുരിതം അനുഭവിക്കുകയാണ്. മറ്റൊരു കെട്ടിടത്തിലേക്കും കേന്ദ്രം മാറ്റണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഈ പശുവിനെല്ലാം കൊണ്ട് പയ്യന്നൂരേക്ക് പോവുക എന്ന് പറയുന്നത് അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും ഗവൺമെൻറ് അല്ലെങ്കിൽ മുമ്പേയുള്ള അധികാരികൾ നമുക്കൊരു സംഭവം ഇവിടെ ആക്കി തന്നിട്ട് അതിനെ നഷ്ടപ്പെടുത്തി അതിനെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ വളരെ ഖേദകരമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ശ്രദ്ധ നാട്ടുകാരിലേക്ക് പതിപ്പിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. സംസ്ഥാനത്തൊട്ടാകെ ക്ഷീരവികസന സംരക്ഷണം ലക്ഷ്യമാക്കി സർക്കാർ കോടികൾ ചെലവഴിക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ദുരന്ത കാഴ്ച. ജോലിഭാരത്താൽ വീർപ്പുമുട്ടി ചന്തേര പോലീസ് സ്റ്റേഷൻ. വിസ്തൃതമായ സ്റ്റേഷൻ പരിധിയാണ് സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമാകുന്നത്. സ്റ്റേഷൻ വിഭജിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഓടിയെത്താൻ കഴിയാത്തത്ര ദൂരപരിധി, അംഗസംഖ്യ പരിമിതം, കേസുകൾ കൈകാര്യം ചെയ്യാനാകാതെ ചന്തേര പോലീസ് വീർപ്പുമുട്ടുന്നു. തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ, പിലിക്കോട്, ചെറുവത്തൂർ എന്നീ 5 പഞ്ചായത്തുകൾ ഈ പോലീസ് സ്റ്റേഷന് കീഴിലായാണ് പ്രവർത്തിക്കുന്നത്. ഇടയ്ക്കിടെ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളും മറ്റു പ്രശ്നങ്ങളും നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഒന്നിലേറെയുണ്ട്. കേരളത്തിൽ കടൽ തീരം കൂടുതലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നുകൂടിയാണിത്. വലിയപറമ്പ ദ്വീപ് പഞ്ചായത്തിൽ 24 കിലോമീറ്റർ കടൽ തീരമുണ്ട്. പ്രശ്നങ്ങളുണ്ടായാലും കടൽക്ഷോഭമുണ്ടായാലും ഇവിടേക്ക് എത്തിച്ചേരുക എളുപ്പമല്ല. വലിയപറമ്പിൻ്റെ തെക്കേറ്റത്ത് തന്ത്രപ്രധാനമായ ഏഴിമല നാവിക അക്കാദമിയുടെ പടിഞ്ഞാറൻ ദിശയും ചന്തേര പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഇവിടങ്ങളിൽ വിദേശികൾ എത്തിച്ചേരുന്നുമുണ്ട്. നാവിക അക്കാദമിയുടെ പ്രത്യേകത കണക്കിലെടുത്ത് കൂടുതൽ സൂക്ഷ്മത വയ്ക്കേണ്ടതും ആവശ്യമാണ്. 30-ൽ പരം പേരാണ് സ്റ്റേഷനിലുള്ളത്. 1975-ൽ തൃക്കരിപ്പൂർ ടൗണിലാണ് സ്റ്റേഷൻ അനുവദിച്ചിരുന്നത്. പക്ഷേ അവിടെ സ്ഥാപിക്കാതെ ചന്തേരയിലേക്ക് വഴിമാറിയെത്തുകയായിരുന്നു. സ്റ്റേഷൻ വിഭജിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. തൃക്കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചാൽ വലിയ പറമ്പിനെയും ഈ സ്റ്റേഷനിൽ ഉൾപ്പെടുത്താനാകും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അധ്യാപനത്തിന്റെ മഹത്വവും ഒളിമങ്ങാത്ത പോരാട്ട സ്മരണകളുമായി രാമന്തളി കുന്നരു കാരന്താട്ടെ MV കോരൻ മാസ്റ്റർ. അധ്യാപന വൃത്തിക്കും ഇന്നത്തെ കാലത്ത് പുതിയ മാനം കൈവരുമ്പോൾ പോയ കാലത്തെ അധ്യാപന വൃത്തിയെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് കോരൻ മാസ്റ്റർ. സ്വാതന്ത്ര്യ സമര തീഷ്ണതയുടെയും അധ്യാപന ജീവിതത്തിന്റെയും ഒളിമങ്ങാത്ത ഓർമ്മയുമായി 101-ാം വയസ്സിലും കാരന്താട്ടെ MV കോരൻ മാസ്റ്റർ. 1914 ജൂലൈ 25-നായിരുന്നു കോരൻ മാസ്റ്ററുടെ ജനനം. എട്ടിക്കുളം ബോർഡ് സ്കൂളിലായിരുന്നു മാസ്റ്ററുടെ പ്രാഥമിക പഠനം. തുടർന്ന് എരിപുരം ഹയർ എലിമെന്ററി സ്കൂളിൽ ഹൈസ്കൂൾ പഠനവും. 8ാം തരത്തിൽ പഠിക്കുമ്പോഴായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്തതോടെ പോരാട്ടവീര്യം കരുത്താർജിക്കുകയായിരുന്നു. രാമന്തളി കള്ളിഷാപ്പ് പിക്കറ്റിംഗ് ഉൾപ്പെടെ നിരവധി സമരത്തിൽ സജീവമായി പങ്കെടുത്തു. പഠിപ്പ് മുടക്കി പോരാട്ടത്തിനിറങ്ങിയതോടെ വിദ്യാലയത്തിൽ ഹാജർ കുറഞ്ഞു. 8ാം തരത്തിലെ പരീക്ഷയിൽ പാസ്സായെങ്കിലും ഹാജർ കുറഞ്ഞതിനാൽ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെച്ചു. 1 വർഷം കൂടി 8ാം തരത്തിൽ ഇരിക്കേണ്ടി വന്നു സർട്ടിഫിക്കറ്റ് കിട്ടാൻ. 8ാം തരം പാസ്സായതിനു ശേഷം കർണാടകയിലെ പുറങ്കര സ്കൂളിൽ അധ്യാപകനായി ജോലി കിട്ടി. ദൂരം കാരണം രാജിവെച്ച് കുന്നരു സ്കൂളിൽ ചേർന്ന് അധ്യാപക ജോലി തുടർന്നു. അധ്യാപന ജോലി സമർപ്പണമായി കാണണമെന്നും ഇന്ന് വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി രാമന്തളിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് നടത്തിയ ജാഥയിൽ മാസ്റ്റർ സജീവമായി പങ്കെടുത്തു. അധ്യാപക ജോലിക്ക് ശേഷം കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതുവരെ പഞ്ചായത്ത് തർക്ക പരിഹാര കോടതിയുടെ ന്യായാധിപ സ്ഥാനം വഹിച്ചത് കോരൻ മാസ്റ്ററായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും കോരൻ മാസ്റ്റർ നോക്കിക്കാണുകയാണ്. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾക്കിടയിലും വായനയെ മാസ്റ്റർ കൈവിടുന്നുമില്ല. പയ്യന്നൂർ ടൗൺ ബാങ്കിന്റെ
വൈസ് പ്രസിഡന്റ്, ഡയറക്ടർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 97 വയസ്സുള്ള ഭാര്യ മുട്ടിൽ മാധവി അമ്മയും തുണയായി വീട്ടിലുണ്ട്. വയസ്സ് 101 പിന്നിടുമ്പോഴും അധ്യാപക വൃത്തിയുടെ മഹത്വവും നന്മയും NV കോരൻ മാസ്റ്റർ എന്ന ഈ അധ്യാപകനിലൂടെ ലോകം അറിയുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ വെങ്ങര പോസ്റ്റ് ഓഫീസിന് സമീപം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പഴയങ്ങാടി SI KP ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സാമൂഹ്യ തിന്മക്കെതിരെയുള്ള മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യവുമായാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സംഘടനാ നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. NV നജീബ്, അബ്ദുൾ സമദ് മുട്ടം, അബ്ദുള്ള ഹാജി, മഹമ്മൂദ് സാഹിബ്, TP അബ്ദുൽ ഹാജി, പുന്നക്കാൽ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിളയാങ്കോട് സെന്റ് മേരീസ് LP സ്കൂളിന് TV രാജേഷ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ക്ലാസ് റൂമും സ്കൂളിന് സമർപ്പിച്ചു. TV രാജേഷ് MLAയുടെ 2014-15 വർഷത്തെ പ്രത്യേക വികസന നിധിയിൽ നിന്നുമാണ് സ്കൂളിലേക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് 13 കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ക്ലാസ് റൂമും അനുവദിച്ചത്. കമ്പ്യൂട്ടറുകളുടെയും സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെയും ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ സ്കൂളിൻ്റെ മുന്നേറ്റത്തിൽ വളരെയേറെ ആഹ്ലാദിക്കുന്ന ഒരാളാണ്. ഇന്ന് പല പൊതുവിദ്യാലയങ്ങളും വിദ്യാർത്ഥികളില്ലാത്തത് മൂലം മുന്നോട്ട് പോകാനാകാതെ വളരെയേറെ പ്രയാസപ്പെടുന്നു. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ വ്യതിരിക്തമായ ഒരു ചിത്രമാണ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം MV സതീശൻ, AEO P നാരായണൻകുട്ടി, BPO ജയശ്രീ AP, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ്, MV രാമകൃഷ്ണൻ, സന്ധ്യ C, KB മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ സാലി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പവിത്രൻ VP നന്ദിയും പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ മുന്നേറ്റം ശക്തമാണെന്നും ബീഹാർ, ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിൽ കാർഷിക പ്രസ്ഥാനം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ ജോയിന്റ് സെക്രട്ടറിയുമായ വിജു കൃഷ്ണൻ കരിവള്ളൂരിൽ നെറ്റ്വർക്ക് ന്യൂസുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, ഇപ്പോൾ ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷയിലും മറ്റും സ്ഥിതി കർഷകരുടെയും കർഷക തൊഴിലാളികളെയും അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. അവിടെയൊന്നും ഇടതുപക്ഷം പോകുന്നില്ല എന്നുള്ള ഒരു അങ്ങനെ നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒറീസയിലെ നവരംഗ്പൂർ ജില്ല ദാന്തേവാഡ, ഈ ചുവന്ന കോറിഡോർ എന്ന് പറയുന്ന മാവോയിസ്റ്റുകളെ ശക്തി കേന്ദ്രമായ അതിൻ്റെ തൊട്ടടുത്ത ജില്ലയാണ്. അവിടെ ഇപ്പോൾ ഇതിനടുത്ത് കർഷക സംഘവും ആദിവാസി അധികാർ മഞ്ചും CPIM കൂടി 3000-ഓളം ഏക്കർ പിടിച്ചെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആദിവാസി കർഷകർ പാർട്ടിയുമായിട്ട് ഒന്നിച്ച് വന്നുകൊണ്ട് ഇന്ന് ജാർഖണ്ഡിൽ കുറേ സ്ഥലത്ത് ഭൂസമരങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിലയിൽ കേരളത്തിലെ പോലെ എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭൂപരിഷ്കരണം നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ജന്മിത്വത്തിനെ നമ്മൾ ഇല്ലാതാക്കാൻ അന്നത്തെ കർഷക പ്രസ്ഥാനത്തിനും കർഷക തൊഴിലാളി സമരങ്ങൾക്കും എല്ലാം പറ്റിയിട്ടുണ്ട്. അതേ രീതിയിൽ ഇന്ന് ബീഹാറിലോ ഒഡീഷയിലോ ആ രീതിയിലില്ല. ഒഡീഷയിലാണെങ്കിൽ 75 ലക്ഷം ഏക്കർ സർപ്ലസ് ഭൂമിയില്ലപ്പോൾ അതിൽ 33 ലക്ഷം ഭൂരഹിതരാണ്. അപ്പോൾ ആ സമരങ്ങൾ അവിടെ ഏറ്റെടുക്കുന്നുണ്ട്. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. 1-ാം തരം മുതൽ 10-ാം തരം വരെയുള്ള ക്ലാസുകളിൽ വിദ്യാർത്ഥികൾ തന്നെ അധ്യാപകരായത് പരിപാടിയെ വേറിട്ടതാക്കി. അധ്യാപന ജോലിയുടെ മഹത്വം കുട്ടികൾക്കും പൊതുസമൂഹത്തിനും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തതയാർന്ന ഉള്ളടക്കമായിരുന്നു പരിപാടിക്കുണ്ടായിരുന്നത്. ഹെഡ് മാസ്റ്റർ സ്ഥാനം സ്കൂൾ ലീഡർ തന്നെ നിർവഹിച്ചു. സ്കൂൾ അസംബ്ലിയിൽ ശുചീകരണത്തെക്കുറിച്ചും വരാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ചും ഹെഡ് മാസ്റ്ററിന്റെ സ്ഥാനത്ത് നിന്ന് സ്കൂൾ ലീഡർ സംസാരിച്ചു. വേണ്ട നിർദ്ദേശങ്ങളും നൽകി. സെപ്റ്റംബർ 5 ശനിയാഴ്ച അവധിയായതിനാലാണ് സെപ്റ്റംബർ 4 പരിപാടി സംഘടിപ്പിച്ചത്. അധ്യാപക ദിനാഘോഷം കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവമായി മാറി. റോട്ടറി ക്ലബ് ഓഫ് പയ്യന്നൂർ മിഡ് ടൗണിന്റെ ഈ വർഷത്തെ നാഷൻ ബിൽഡർ അവാർഡിന് പയ്യന്നൂർ BM LP സ്കൂൾ പ്രധാനാധ്യാപിക ജാക്ലിൻ
ബിന്ന സ്റ്റാൻലി അർഹയായി. റോട്ടറി ഡിസ്ട്രിക്ട് സാക്ഷരതാ സമിതി അധ്യക്ഷൻ ജി തേജ്രാജ് മലർ അവാർഡ് സമ്മാനിച്ചു. ടീച്ചറുടെ നേതൃത്വത്തിൽ സ്കൂൾ കൈവരിച്ച പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികച്ച നേട്ടങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കണക്കിലെടുത്താണ് അവാർഡ് നൽകിയത്. സ്കൂളിലെ പി ബാലൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് സാക്ഷരതാ സമിതി അധ്യക്ഷൻ തേജ്രാജ് മല്ലർ അവാർഡ് സമ്മാനിച്ചു. ഏകദേശം ഈ 2 രാജ്യങ്ങളിൽ മാത്രം വളരെ ചുരുക്കം കേസുകൾ അവശേഷിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ റോട്ടറിയുടെ ദേശീയ നേതാക്കൾ ആലോചിച്ചു അടുത്തതെന്താ ചെയ്യേണ്ടത്, ഏത് രോഗം നിവാരണം ചെയ്യണം. പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ മണിയറചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി കെ ശ്രീപ്രസാദ്, ലിറ്ററസി ഡയറക്ടർ പി വി മഹേന്ദ്രൻ, പ്രസിഡന്റ് എൻ സുരേഷനായി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യന്നൂർ ബ്ലൂ സ്റ്റാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച പൊതുവിജ്ഞാന ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ വൈകുന്നേരം 3 മണിക്ക് ക്ലബിൽ എത്തിച്ചേരണമെന്ന് സംഘാടകർ അറിയിച്ചു. പണിമുടക്ക് ദിവസം തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിൽ ജോലിക്കെത്തിയ ജീവനക്കാരനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ പ്രവർത്തകർ തൃക്കരിപ്പൂരിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം SCU ജില്ലാ പ്രസിഡന്റ് നാസർ അങ്ങാരത്ത് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ടൗൺ ചുറ്റി വന്ന പ്രതിഷേധ പ്രകടനം തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം SCU ജില്ലാ പ്രസിഡന്റ് നാസർ അങ്ങാരത്ത് ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട പഞ്ചായത്തിലേക്ക് തൻ്റെ കൃത്യനിർവഹണത്തിന് രാവിലെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ മുഹമ്മദ് ഷമീറിനെ അതിക്രൂരമായി ആക്രമിക്കുകയാണുണ്ടായത്. ഒന്നല്ല 2, 3, 4 പേർ നിന്ന് പിടിച്ചുകൊണ്ട് അവനെ മർദ്ദിക്കുകയും. OM ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി KNP, സിയാദ് P തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് ബഷീർ, സലീം, സിദ്ദിഖ് എന്നിവർ നേതൃത്വം നൽകി. സംസ്കൃതി മാടായ ആതിഥ്യമരുളുന്ന 2ാമത് വള്ളംകളി മത്സരം സെപ്റ്റംബർ 6 ഞായറാഴ്ച പഴയങ്ങാടി പുഴയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സഹകരണത്തോടെ സംസ്കൃതി മാടായി സംഘടിപ്പിക്കുന്ന ജലോത്സവം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് പഴയങ്ങാടിപ്പുഴയിൽ നടക്കും. 25 പേർ തുഴയുന്നതും 15 പേർ തുഴയുന്ന മത്സരവുമാണ് നടക്കുക. ജലോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറും. EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ P ബാലകിരൺ, സിനിമാ നടൻ വിനീത് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സമാപന സമ്മേളനത്തിൽ TV രാജേഷ് MLA വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്യും. ജില്ലാ പോലീസ് മേധാവി PN ഉണ്ണിരാജൻ മുഖ്യാതിഥിയായിരിക്കും. പഴയങ്ങാടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ V വിനോദ്, K രഞ്ജിത്ത്, PV വേണുഗോപാലൻ, U രാമകൃഷ്ണൻ, OK രതീഷ് എന്നിവർ സംബന്ധിച്ചു. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ കൃഷിഭവന്റെ സഹകരണത്തോടെ പച്ചക്കറി കൃഷി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ ഷീന ക്ലാസ് എടുത്തു. അതുപോലെ വെള്ളരി അതിന്റെ എല്ലാം വിത്തുകളാണ് നമ്മൾ ഓരോ പാക്കറ്റിലായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി നിങ്ങളുടെ തന്നെ ഒരു ചെറിയ തോട്ടം, പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം. സ്കൂളിൽ ആരംഭിക്കുന്ന പച്ചക്കറി തോട്ടത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ നൽകുകയുണ്ടായി. വിഷവിമുക്ത പച്ചക്കറി ലഭ്യമാക്കാൻ സ്വയം പര്യാപ്തതയിലൂടെ നമുക്ക് സാധിക്കണമെന്ന് ക്ലാസ്സിൽ കൃഷി ഓഫീസർ ചൂണ്ടിക്കാട്ടി. നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ കൃഷി സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും നിലനിർത്തേണ്ടതിനെക്കുറിച്ചും വിശദമായി ക്ലാസ്സിൽ സംസാരിച്ചു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള പച്ചക്കറി വിത്ത് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. PTA പ്രസിഡന്റ് VM ബാബുരാജ് അധ്യക്ഷനായി. മദർ PTA പ്രസിഡന്റ് ജിഷ, PTA വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ MP രാഘവൻ സ്വാഗതവും TK ശ്യാമള ടീച്ചർ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാതമംഗലം ഫേസിന്റെ ആഭിമുഖ്യത്തിൽ ഓണസംഗമം സംഘടിപ്പിച്ചു. ചിത്രകാരൻ EBN ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ഫോർ ഫൈൻ ആർട്സ് ആൻഡ് കൾച്ചറൽ എൻറിച്ച്മെന്റ് മാതമംഗലത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണസംഗമം സംഘടിപ്പിച്ചത്. മാതമംഗലം ബസാറിൽ പ്രമുഖ ചിത്രകാരൻ EBN ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചുവപ്പ് വീണ് കിടക്കുന്നത് രാജസ്ഥാന്റെ മണ്ണിലാണ് എങ്കിൽ, മരുഭൂമിയിലാണ് എങ്കിൽ അതൊരു വർണ്ണമായി നമ്മൾ കണക്കാക്കില്ല. അത് കടുത്ത ചെമ്പരത്തി, ചുവന്ന ചെമ്പരത്തി കടുത്ത പച്ചയുടെ പശ്ചാത്തലത്തിലാണ് എടുത്തു കാണിക്കുന്ന നിറമായി മാറുന്നത്. അങ്ങനെ കാന്താരി തൻ്റെ വനവാസം അവസാനിപ്പിച്ച് താൻ പഴുത്തു പാകമായി ഇനി സ്വീകരിച്ചുകൊള്ളൂ എന്ന് പക്ഷികളോട് വിളിച്ചു പറഞ്ഞാൽ പക്ഷികൾ വന്ന് അത് കൊത്തിത്തിന്നും. തുടർന്ന് നാടൻ കലാകാരന്മാരുടെ കലോപഹാരം നാട്ടുപൂക്കളും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാതമംഗലം മേഖലാ ട്രൂപ്പ് അവതരിപ്പിച്ച ഇന്ത്യയുടെ മകൾ സംഗീത ശില്പവും അരങ്ങേറി. ഓണസംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നോർത്ത് കേരള സഹോദയ സ്കൂൾ കോംപ്ലക്സ് നടത്തിയ അണ്ടർ 14 ബോയ്സ് ഷട്ടിൽ ടൂർണമെന്റിൽ പയ്യന്നൂർ PS വിദ്യാലയ ജേതാക്കളായി. ഫൈനലിൽ കണ്ണൂർ ചിന്മയെ പരാജയപ്പെടുത്തിയാണ് PS ജേതാക്കളായത്.
സാരംഗ് ശ്രീകുമാർ, ഗോവിന്ദ ഷെണായി എന്നീ വിദ്യാർത്ഥികളാണ് സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. 38ഓളം സ്കൂളുകൾ പങ്കെടുത്തു. പയ്യന്നൂർ BEM-LP സ്കൂളിൽ പ്രൈമറി വിഭാഗത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അധ്യാപകരെ ആവശ്യമുണ്ട്. കൂടിക്കാഴ്ച ശനിയാഴ്ച സ്കൂളിൽ നടക്കും. ഇനി മാറ്റൊലി. രാജ്യത്തെമ്പാടുമുള്ള മതേതരവാദികളായ സാംസ്കാരിക പ്രവർത്തകരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ടോ? പ്രതികരണങ്ങൾ. മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്നവരെ, തൂലിക ചലിപ്പിക്കുന്നവരെ വരെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ നിന്ന് വർഗീയവാദികൾ പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു നല്ല സന്ദേശമല്ല. ഒരിക്കലും അത് മതന്യൂനപക്ഷം അവരെ ആ ന്യൂനപക്ഷമായതിൻ്റെ പേരിൽ അവരെ ഇല്ലാതാക്കുന്ന സമീപനമാണോ? അത് ഈ തൂലിക ചലിപ്പിക്കുന്നവരിൽ നിന്നുണ്ടാകുമ്പോൾ അത് എല്ലാ വിഭാഗക്കാരെയും ഇത് വേട്ടയാടുന്നൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായും കൽബുർഗിയുടെ വധം അഭിപ്രായം തുറന്നു പറയുന്ന ഒരു സാഹിത്യകാരൻ, 77 വയസ്സായ ഒരു സാഹിത്യകാരനെ എത്ര നിഷ്ഠൂരമായി കൊല്ലുക എന്നുള്ളത് ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ഒരു പ്രവണതയിലേക്കാണ് പോകുന്നത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വധം ജനാധിപത്യ ഇന്ത്യക്ക്, മതേതര ഇന്ത്യക്ക് അടുത്ത ഭീഷണി നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനാധിപത്യവാദികൾ തീർച്ചയായിട്ടും അപലപിക്കേണ്ട ഒരു വധമാണ് MM കൽബുർഗിയുടേത്. ഇത് നമ്മൾ വളരെ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഈ ഫാസിസത്തെ പ്രതിരോധിക്കാൻ ONV കുറുപ്പ് പറഞ്ഞതുപോലെ വളരെ വളരെ പതുക്കെയുള്ള കാലടികൾ കൂടിയാണ് ഈ ഫാസിസം എപ്പോഴും വരിക. കാരണം അതൊരു വലിയ വന്യമൃഗമാണ്. ഇപ്പോൾ നമുക്കറിയാം, ചില കടുവകളൊക്കെ വളരെ പതിഞ്ഞ കാലടിയോടുകൂടി മാത്രമേ കയറി വരികയുള്ളൂ. അതുപോലെയാണ് ഫാസിസം നമ്മെ വന്നിരിക്കുന്നത്. ഈ ഫാസിസം നമ്മളെ മുഴുവൻ നശിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. കാരണം പ്രശസ്തനായ ജർമ്മൻ ചിന്തകൻ നിമോയിലർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് അവർ ആദ്യം വന്നത് ജൂതന് നേരെ, അപ്പോൾ ഞാൻ നിശബ്ദനായി, കാരണം എനിക്കൊരു വിഷയമല്ല. പിന്നീട് വന്ന് കത്തോലിക്കിന് നേരെ, അപ്പോൾ ഞാൻ നിശബ്ദനായി, ഞാൻ കത്തോലിക്കാനല്ല. പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ വന്നു, അപ്പോൾ ഞാൻ നിശബ്ദനായി. ഒടുവിൽ എനിക്ക് നേരെ വന്നപ്പോഴോ പ്രതിഷേധിക്കാൻ ആളുണ്ടായിരുന്നില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് അറിയാവുന്ന പോലെ അന്ധവിശ്വാസവും അനാചാരങ്ങളും വളർത്തിക്കൊണ്ടുവരുന്നതിന് അതിനെതിരായിട്ടുള്ള ശബ്ദം ഏത് ഭാഗത്തുണ്ടായാലും അത് ആശയം കൊണ്ട് പ്രതികരിക്കുന്നതിന് പകരം തോക്കുകൊണ്ട് പ്രതികരിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് RSS എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനവരെ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ അവർക്ക് ആശയപരമായിട്ട് നേരിടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തോക്കെടുത്തുകൊണ്ട് നേരിടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആശയം കൊണ്ട് നേരിടാൻ സാധിക്കാത്തവരാണ്. അതുകൊണ്ട് ഇത്തരം പ്രവണതയ്ക്കെതിരെ അതിശക്തമായ രീതിയിൽ രാജ്യത്തിലെ സാംസ്കാരിക പ്രവർത്തകരും പൊതുജനങ്ങളും അടക്കം പ്രതികരിക്കുന്ന കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത് നമ്മളെ കടമയാണ്. അതിന് ഏറ്റവും കൂടുതൽ പ്രയത്നം നമ്മളെ ഗുൽബർഗിയെ പോലെയുള്ള സാഹിത്യകാരനും വൈസ് ചാൻസലറുമായ ആ മഹാൻ്റെ വെടിവെച്ച് കൊന്ന ദുഷ്ട കൈകൾക്ക് നാശം വരുത്തേണ്ട സംവിധാനം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അതുമാതിരിയുള്ള നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾ പെരുകി വരുന്ന ഒരു കാലഘട്ടമാണിത്. അന്ധവിശ്വാസങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും കൊണ്ട് മനുഷ്യൻ വീർപ്പുമുട്ടിയിരിക്കുന്ന ഈ സമൂഹത്തിനെ മാറ്റിയെടുക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി പ്രയത്നിക്കുകയും നമ്മൾ ഗുൽബർഗിനെ പോലെയുള്ള ആത്മാവിന് നിത്യശാന്തി തേരുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിലെ പെരുമാൾ മുരുകൻ എന്ന എഴുത്തുകാരനെ നാം എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും അടുത്ത കാലത്ത് അദ്ദേഹത്തിന് സംഭവിച്ചത്. അതുപോലെ ബംഗ്ലാദേശിലെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങിയുന്ന പലവരെയും അറുത്തുമാറ്റുന്ന വർഗീയ ചിന്തശക്തികളെ പോലെ അവരെ പോലും ബംഗ്ലാദേശിലെ വർഗീയവാദികളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള കലാപകാരികളായി RSS മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ആ കലബുർഗിയെ എന്ന എഴുത്തുകാരനെ കൊല ചെയ്ത RSSൻ്റെ വികൃത മുഖം. അതിനെതിരെ ഇന്ത്യൻ ജനത വളരെ ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതിലും ചെറിയ കാര്യങ്ങൾ ഉയർത്തി കാണിക്കുകയും ഇതിനെ ചെറുതാക്കി കാണിക്കുകയും ചെയ്യുന്ന വളരെ മോശമായ രീതിയിലേക്കാണ് ഇന്ത്യൻ മാധ്യമം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരെ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. സമൂഹത്തിൽ നടക്കുന്ന നമ്മളെ ഈ അപജയങ്ങളെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും പ്രതികരിക്കാനുള്ളൊരു അവസരമുണ്ട്. അപ്പം അതിന് എതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ് നമ്മുടെ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ ഒരു കൊലപാതകമാണ് അടുത്ത ദിവസം നടന്നിട്ടുള്ളത്. നമ്മുടെ സാഹിത്യകാരനെ അവിടെ നിഷ്ഠൂരമായി കൊല ചെയ്തത് അതിൻ്റെ തെളിവാണ്. അപ്പം
ഈ ഇത്തരം പ്രവർത്തനങ്ങളെ പ്രതികരിക്കാനുള്ള ഒരു അവസരം നമ്മളെ ഒരു പൗരനെന്ന നിലയ്ക്ക് ഇവിടെ ആർക്കും കൊണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവിടെ ഒരു ഫാസിസം തന്നെ നടപ്പാകുന്ന ഒരവസ്ഥ ഭാവിയിൽ വന്നു തരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനെതിരെയുള്ള പ്രതികരണം എന്തായാലും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഈ തീവ്രവാദ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു പ്രവർത്തനം എല്ലാ ഭാഗത്തും ഉണ്ടാവണമെന്നും ആണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് AKG ഭവൻ CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. മോഡി ഗവൺമെന്റിനെതിരായ രൂക്ഷ വിമർശനവുമായി യെച്ചൂരിയുടെ ഉദ്ഘാടന പ്രസംഗം. നാടൻ വെള്ളരിക്ക് ആവശ്യക്കാരില്ല, കർഷകർ ദുരിതത്തിൽ. ജൈവകൃഷി പ്രചരിപ്പിക്കാൻ ഒരു നാട് മുഴുവൻ പാടുപെടുമ്പോഴാണ് കച്ചവടക്കാരുടെ അമിത ലാഭമോഹം നാടൻ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം നവീകരിച്ച് ഓഫീസ് കെട്ടിടം കാങ്കോലിൽ EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി രാമപുരത്ത് കുന്നിടിക്കൽ വ്യാപകം. രാമപുരം കുണ്ടിൽത്തടം മേഖലയിൽ നിരവധി കുടുംബങ്ങൾ അപകട ഭീഷണിയിൽ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തീകരിച്ച വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. കവായിൽ പ്രവർത്തിക്കുന്ന ഊർജിത കന്നുകാലി വികസന ഉപകേന്ദ്രം മേൽക്കൂര തകർന്നും കാലപ്പഴക്കത്താൽ ക്ഷയിച്ചും തകർച്ചയുടെ വക്കിൽ. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.